ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. ഞാൻ സിമ്പിൾ ഒരു പാർട്ടി മേക്ക് ഓവർ ലുക്കാണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ എന്ന് പറയാനൊന്നും പറ്റില്ല, കുറച്ച് ഹെവിയൊക്കെ ആണ്. ഞാൻ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. ഫേസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവും നമ്മുടെ ഫേസ്. ഏത് മേക്ക് ഓവർ ചെയ്യുമ്പോഴും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ലിപ്പും നല്ല മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിപ് ബാം യൂസ് ചെയ്യുന്നത് ദേഗ ഓർഗാനിക്സിൻ്റെ ആണ്. എല്ലാവർക്കും അറിയുന്ന ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ലിപ് ബാമാണ്. അപ്പം അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ലിപ് ബാം വെച്ചിട്ട് നന്നായിട്ട് ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാം. അതിന് ആഫ്റ്റർ ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്തു. നൈക്കൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്തത്. ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നല്ലോണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ കൺസീലിങ് ചെയ്യാം. കൺസീലിങ് ഞാൻ മാക്കിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ പാലറ്റ് യൂസ് ചെയ്തിട്ട് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തിട്ട് അണ്ടർ ഐയും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ഈ ബ്ലാക്ക് സ്പോട്ടുള്ള ഏരിയാസിൽ മെയിനായിട്ട് നന്നായിട്ട് അണ്ടർ ഐ. ഞാൻ പിന്നെ ഓവർ ഭയങ്കര കറക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക് ആയതുകൊണ്ട് ഫേസ് മേക്കപ്പ് ഓവറില്ല. ഐ മേക്കപ്പാണ് ഞാൻ കുറച്ച് ഹെവി ആക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കൺസീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് കൺസീലർ സെറ്റ് ചെയ്യാന്ന്. ഓക്കെ, നന്നായിട്ട് നമ്മൾ എപ്പോഴും കൺസീലർ ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. അത് ചില ആൾക്കാരത് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. അത് ചെയ്യാൻ എന്തായാലും നോക്കാം. ദെൻ നെക്സ്റ്റ് ഞാൻ ഐബ്രോയിലേക്ക് പോവാണ്. ഐബ്രോയിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് PACൻ്റെ ഐബ്രോ പെല്ലറ്റാണ്. അത് നല്ലൊരു പെല്ലറ്റാണ്. 4 ഷെയ്ഡ്സ് വരുന്ന. അതിൽ ബ്രൗൺ ഷെയ്ഡും ബ്ലാക്കും അതേമാതിരി ലൈറ്റ് ബ്രൗൺ എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോസ് സെറ്റാക്കുന്നത്. കുറച്ച് ഷൂട്ട് ചെയ്തതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് സഹിക്കുക. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല കാര്യത്തിൽ. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കുക. അങ്ങനെ എൻ്റെത് വലിയ തിക്കുള്ള ഐബ്രോസ് ഒന്നുമല്ല. പക്ഷേ ഞാൻ ഐബ്രോസ് ഓവർ ബ്ലാക്ക് ആക്കാറില്ല. ഞാൻ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്യാറ്. ഞാൻ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും സിമ്പിളായിട്ട് മേക്ക് ഓവർ ചെയ്ത് പോവുകയാണെങ്കിലും ഐബ്രോസുമല്ല ഞാൻ വലിയ ടൈമിംഗ് ഒന്നും എടുക്കാറില്ല. നമ്മുടെ മേക്കപ്പിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐബ്രോസിന് കൺസീൽ ചെയ്യുന്നത്. ഐബ്രോസിന് നമ്മൾ പക്കാ നന്നായിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐബ്രോസിന് നല്ല ഷേപ്പും കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യുന്നതിന് നല്ലൊരു പെർഫെക്റ്റ് ബേസും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് കൺസീൽ ചെയ്ത് നല്ല ഫിനിഷിങ് ആക്കും. നമ്മുടെ മാക്കിൻ്റെ പല്ലറ്റ് ഒന്നും പറയാനില്ല. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ആൾക്കാർ പിന്നെ അത് യൂസ് ചെയ്യേ ചെയ്യുള്ളൂ. അപ്പം അത് നന്നായിട്ട് അതേപോലെ ഐബ്രോൻ്റെ മേൽഭാഗത്തും കൂടി ചെയ്യാം കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അങ്ങനെ ചെയ്ത് കറക്റ്റ് ഒരു പക്ക ഷേപ്പ് കിട്ടും. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡാക്കി കൊടുക്കുക. ദെൻ നല്ല ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായി ബ്ലെൻഡാക്കിയതിന് ശേഷം പിന്നെ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ മാക്കിൻ്റെ നുട്ടി പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട്. ഞാൻ ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആയതിനെ കൊണ്ട് കുറച്ച് സ്മോക്കി ഗിൽട്ടറി ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ദെൻ ബേസിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീസ് ലൈൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് മെറൂൺ ടിൻ്റ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഐ മേക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇറ്റ്സ് എ പെർഫെക്റ്റ് പാർട്ട് ഓഫ് അവർ ഐ മേക്കപ്പ്.
നമ്മൾ യൂസ് ചെയ്യുന്നത് ഹുദ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. അപ്പോഴേ നമ്മുടെ ഫേസിൽ അത് എക്സാക്ട് ഫൗണ്ടേഷൻ അത് സെറ്റ് ആവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ എന്താ പറയുക, അവിടെയും ഇവിടെയുമായിട്ടുള്ള ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാക്സിമം ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കുക. അപ്പോൾ നന്നായിട്ട് പിന്നെ അതേപോലെ കോണ്ടോറിങ് ചെയ്യുക. ഞാൻ ഇതേ സെയിം സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്കിലുള്ള ഒരു ബ്രൗണി യൂസ് ചെയ്തിട്ടാണ് കോണ്ടോർ ചെയ്യുന്നത് കേട്ടോ. ന്യൂസും ചീക്സും അതേപോലെ ചിന്നേരിയും കൂടെ നന്നായിട്ട് കോണ്ടോർ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കാം. ഹെവി കോണ്ടോറിങ് ഒന്നുമല്ല, ഇതിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്യാം. മേക്കപ്പിൻ്റെ ആ ഒരു സ്റ്റെപ്സ് ഉണ്ടല്ലോ അത് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ ഞാൻ കണ്ണിൻ്റെ താഴ്ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ സ്മോക്കി ആയിട്ട് കൊടുക്കുന്നതെന്നുള്ളൂ, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ലൈനായിട്ടൊന്നും വരയ്ക്കുന്നില്ല. അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ആക്കാം. എൻഡ് ഭാഗത്തേക്കാണ് കുറച്ച് ഡാർക്കണായിട്ട് കൊടുത്തത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ലൈറ്റ് ഷെയ്ഡായിട്ട് തന്നെയാണ് കേട്ടോ. ദെൻ ആഫ്റ്റർ ഞാനത് മാക്കിൻ്റെ ബ്ലഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു തിൻ ലെയർ ബ്ലഷ് യൂസ് ചെയ്യാണ്. ഒരു പാർട്ടി മേക്കപ്പ് ലുക്കല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് ഒരു തിന്നായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്യാണ്. അത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ പിങ്കിഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിങ്ങനെ നല്ലോണം ബ്ലെൻഡ് ചെയ്യും ഞാൻ ബ്ലഷ് ഇട്ടാലും. ദെൻ ആഫ്റ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് മസ്കാര അപ്ലൈ ചെയ്യാണ്. ലാഷസൊക്കെ ഒന്ന് വിടരട്ടെ, അങ്ങനെ ഒന്ന് മസ്കാര അപ്ലൈ ചെയ്യാണ്. അതേപോലെ അണ്ടർ അടിഭാഗത്തും മസ്കാര ഇടുക, അതേപോലെ മേൽഭാഗത്തും നന്നായിട്ട് ഇടാം. ദെൻ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്യാണ് ലിപ്പ് ലൈൻ നല്ലോണം ചെയ്തിട്ട് ജസ്റ്റ് എന്താ പറയുക, ലൈൻ ചെയ്തിട്ട് ലിപ്പൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഫില്ല് ചെയ്തിട്ട് ആണ് അതിൻ്റെ മേലെയാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഞാൻ മാക്കിൻ്റെ ഒരു ന്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു ബ്രൈറ്റ് ഷെയ്ഡാണത്. അത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ. ദെൻ പിന്നെ ഞാൻ ഹൈലൈറ്റർ ജസ്റ്റ് ബ്രഷ് കൊണ്ടല്ല, ജസ്റ്റ് ഫിംഗറിൽ തന്നെ എടുത്തിട്ടാണ് ഹൈലൈറ്റർ സെറ്റ് ചെയ്യുന്നത്. കവിള് ഭാഗത്തും നോസ് ഏരിയയിലും ലിപ്പിൻ്റെ മോൾ ഭാഗത്തും ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കുകയാണ്. ദെൻ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടോ. ഹൈലൈറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേക്കപ്പിന് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. മഹിയിൽ മഹാസീനെന്ന മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ്